നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ നമ്മുടെ നാട്ടിൽ SIR എന്തുകൊണ്ടാണ് നിർബന്ധമാക്കിയതെന്നും സ്പെഷ്യൽ ഇൻറ്റൻസീവ് ആ ഒരു സംഭവം എന്തുകൊണ്ടാണ് റിവിഷൻ എന്തുകൊണ്ടാണത് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോഴിതാ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്, പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ SIR രേഖകൾ കൂടി സമർപ്പിക്കണം. അതെ, ഓൺലൈൻ വഴി സമർപ്പിക്കണം. അത് ഏറ്റവും പുതിയ വാർത്തയാണ്. കാരണം ഇനി എന്തിനും ആധാറല്ല, SIR ആണ്. SIRൻ്റെ സർട്ടിഫിക്കറ്റ്. ആധാർ നമുക്ക് എങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യാം, ആധാർ എങ്ങനെയും വ്യാജമാക്കി ഉണ്ടാക്കിയെടുക്കാം. നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടതല്ലേ. പക്ഷേ വോട്ടർ പട്ടികയിൽ അങ്ങനെ കടന്നുകൂടാൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ കോടിക്കണക്കിന് പേര് അല്ലേ, ഒരു കോടിക്കണക്കിന് പേര് 78 ലക്ഷം പേര് എന്നാണ് പശ്ചിമ ബംഗാൾ മാത്രം പുറത്താക്കിയത്. അത് അനൗദ്യോഗിക കണക്കുകളനുസരിച്ച് ഏതാണ്ട് 90 ലക്ഷത്തിന് ഒരു കോടി അടുപ്പിച്ച് വരും. അതിലും മമതാ ബാനർജി ക്ലെയിം ചെയ്ത് 34 ലക്ഷം പേരോ 26 ലക്ഷം പേരോ എന്തായാലും അതും തള്ളി. അതിപ്പോ കേസ് ഇപ്പം സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണല്ലോ. ഇതുവരെ ഒന്നും തെളിവൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞു. മമതയ്ക്ക് ഇനി കൈ കാശൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇവിടുത്തെ വിഷയം ഈ SIR എന്നത് നമ്മുടെ പരമാധികാര രേഖ തന്നെയാണ്. ഇപ്പം SIRൽ വിവരം ചേർത്തു എന്ന് പറഞ്ഞ് എനിക്ക് അതിൽ നാണക്കേടൊന്നും വരാനില്ല. പിന്നെ ഞാൻ SIRൽ പേര് ചേർക്കില്ല എന്ന് പറഞ്ഞ ചില കമ്മികളോ ആരെങ്കിലും ഒക്കെ മാപ്രകളോ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ അർബൻ നക്സലുകളും ഒക്കെ അവർ വാശി പിടിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. വോട്ട് ചെയ്യാനെന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങിക്കാൻ പോലും നടക്കില്ല. കാരണം കാര്യങ്ങൾ ആധാറിനും അപ്പുറത്തേക്ക്, ആധാർ വെറും ഒരു പൗരത്വ രേഖ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അതാണ് അതിന്റെ രഹസ്യം. അതായത് ഇപ്പം ഈ വരാൻ പോകുന്ന സെൻസസ് കൂടെ കഴിഞ്ഞാൽ ഈ SIRും സെൻസസും തമ്മിൽ ഒരു ക്രോസ് ചെക്കിംഗ് ഉണ്ടാവും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ കുറെ കൂടെ ഇതിനൊരു പ്യൂരിറ്റി, ഡേറ്റ കൃത്യം, ഇതിനകത്ത് ഇത് കുറെ കൂടെ ശുദ്ധീകരിക്കപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരു പൗരത്വ കാർഡ് കൊടുക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പാസ്പോർട്ട് പോലെ ഒരു ആധികാരിക പൗരത്വം തെളിയിക്കുന്ന ഒരു ആധികാരിക രേഖയായി പാസ്പോർട്ട് ഇല്ലാത്തവർ കാണുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ത്യനാണ്, ഞാൻ ഭാരതീയനാണ് എന്ന് കാണിക്കുന്ന, അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമൊന്നും കാണില്ല, PM കാർഡൊന്നും ആയിരിക്കില്ല എൻ്റെ പേര്. പക്ഷെ നല്ല വൃത്തിയുള്ള, ലോകത്ത് ഏത് കോണിൽ ചെന്നാലും ഇത് കാണിച്ച് ഞാനൊരു ഭാരതീയനാണ് എന്ന് അഭിമാനപൂർവ്വം പറയേണ്ടത് കാണിച്ചാൽ മാത്രം മതി. അങ്ങനത്തെ ഒരു കാർഡാകും. പിന്നെ ഇതിൻ്റെ കൂടെ ഏകീകൃത സിവിൽ കോഡും കൂടി ഇതിൻ്റെ അടിയിലേക്ക് ഒരു താങ്ങായിട്ട് വെച്ചു കൊടുക്കും. ആ സിവിൽ കോഡ് നിയമം കൂടെ വരുന്നതോടെ എല്ലാം തുലനാവസ്ഥയിലാകും. കാരണം എല്ലാ മതക്കാർക്കും ഇവിടെ ജീവിക്കണം. അല്ല, ഇപ്പൊ ഈ SIRന്റെ വിഷയം എന്തായിരുന്നു? SIRന്റെ ഇപ്പോൾ SIR ഞാൻ പറയാൻ കാരണം UN വരെ നമ്മുടെ SIR ഒരു വിഷയമായിരിക്കും. കാരണം ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് ഈ AI ഡിജിറ്റൽ വിപ്ലവം. അതൊക്കെ പല രാജ്യങ്ങളും കൊണ്ടുവന്നല്ലോ. അമേരിക്കയുടെ AI വരുന്നു, കാനഡയുടെ AI വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ SIR പ്രക്രിയ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അത് UN-ലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ്. UN അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ശരിയാണ്, അങ്ങനെ ഒരു വാർത്തയുണ്ട്. അത് എന്താണ് അടിസ്ഥാനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ പൂജയ്ക്ക് പുനരുക്കുന്നിടത്ത് എന്താണ് അടിസ്ഥാനം? ഞാൻ ചോദിക്കട്ടെ, UN-ന് എന്ത് കാര്യം? POKയില് ഞാൻ ഒറ്റ കാര്യം, UN-ൽ പ്രതിനിധിയുണ്ട്. POKയുടെ പാക് അധിനിവേശ കാശ്മീരിന് അവരുടെ പ്രതിനിധി UN-ലുണ്ട്. അവർക്ക് എന്ത് അവകാശം? UN എന്ത് ചെയ്തു കൊടുത്തവർക്ക്? എനിക്ക് ഒരു കാര്യം ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. രാജേഷിൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ കാപ്പി ഇഡ്ഡലി ആയിരുന്നോ, ദോശയായിരുന്നോ, അപ്പമാണോ, പുട്ടാണോ, എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നു? കഴിച്ചു. ഞാൻ തീരുമാനിക്കുകയാണ്, നിങ്ങളെന്തിനു ദോശ ഉണ്ടാക്കി? നിങ്ങൾക്ക് എന്താ ഇഡ്ഡലി ഉണ്ടാക്കി കൂടായിരുന്നു? ഞാൻ ചോദിച്ചാൽ അതിന് രാജേഷിന്റെ മറുപടി എന്തായിരിക്കും? പോയി പണി നോക്കടാന്ന്. ഞാൻ ചോദിക്കില്ല, സൗമ്യമായിട്ട് ഞാൻ മറുപടി പറയാം. പ്രശാന്ത് എനിക്ക് വാങ്ങിച്ചു തന്നത് ദോശമാവായിരുന്നെങ്കിൽ സ്നേഹത്തോടെ ഞാൻ ദോശ വിട്ടേ. പ്രശാന്ത് എനിക്ക് ഇഡ്ഡലി മാവ് വാങ്ങിച്ചു തന്നിട്ട് എന്തുകൊണ്ടാ ദോശ വിടാത്തെന്ന് ചോദിച്ചാൽ അത് റിഡിക്കുലസ്. നമ്മൾ പറയുന്ന സുരേഷ് ഗോപിയുടെ ഭാഷ റിഡിക്കുലസ് അല്ലേ? അല്ല, ഇവിടെ ഇത്രേ ഉള്ളൂ സംഗതി. പോയി പണി നോക്കടാ എന്നാണ് തിരിച്ച് രാജേഷ് എന്നോട് പറയേണ്ടത് അല്ലേ? ഇത് അതുപോലെയാണ്.
ഇത് ഈ UN എന്ത് കാര്യം ഇതിനകത്ത്? തരൂരിനെ അങ്ങോട്ട് വിടാം ഇത് പറയാനായിട്ട്. അല്ല, ഇന്ത്യയുടെ പൗരന്മാരുടെ വോട്ടവകാശം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അതിനകത്ത് പിഴവ് വന്നാൽ, അതിനകത്ത് ആരെങ്കിലും മനഃപൂർവ്വം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയാൽ അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു വലിയ സംവിധാനമുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, ഇവിടെ കോടതികളുണ്ട്, ഇവിടെ ജനാധിപത്യ സംവിധാനമുണ്ട്, ഇവിടെ പ്രതിപക്ഷമുണ്ട്. ഇതിനെല്ലാം അതായത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെ, ഇവിടുത്തെ കോടതികളെ, ഇവിടുത്തെ ഈ പറയുന്ന നമുക്ക് പരാതിപ്പെടാനുള്ള സംവിധാനത്തെ മുഴുവനും ആക്ഷേപിക്കുന്ന തരത്തിലാണ് UN ഇപ്പോൾ പെരുമാറിയിരിക്കുന്നത്. UN എന്ത് കാര്യം ഇതിനകത്ത്? ഹു ഈസ് UN? ഇത് UN ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ 2ാം ആണവ പരീക്ഷ നടത്തിയപ്പോൾ അമേരിക്ക, ഓസ്ട്രേലിയ, എന്തിന് ജപ്പാൻ, ഉക്രൈൻ വരെ നമ്മളെ വിമർശിച്ചു, നമ്മളെ കരിമ്പട്ടിയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞു. ജപ്പാനൊക്കെ നമുക്ക് ഉപരോധം പ്രഖ്യാപിച്ചു. അമേരിക്ക കുറെ ഉപരോധങ്ങൾ കൊണ്ടുവന്നു, അതൊക്കെ അവർ തിരിച്ചെടുത്തു, റിലാക്സ് ചെയ്തു. ഉക്രൈൻ ഇന്ത്യക്കെതിരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യയെ തകർത്ത് തരിപ്പണം, ഉക്രൈൻ, തുർക്കി രാജ്യങ്ങളൊക്കെ. എന്നിട്ട് എന്തായി? തുർക്കിയിലൊരു ഭൂകമ്പം നടന്നപ്പോൾ ആരാ പോയി സഹായിച്ചത്? ഉക്രൈനില് റഷ്യ കയറി കൊല്ലാക്കൊല്ല ചെയ്യാത്തെന്താ ഇപ്പോഴും? നരേന്ദ്രമോദി അല്ലേ? നരേന്ദ്രമോദി ഉക്രൈൻ സെലൻസ്കിയുടെ കൂടെ നിന്നില്ലേ? അല്ല, ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ UN നോക്കണം. അത് ഇന്ത്യയുടെ നിലപാട് എന്താണ്, എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ആഗോള രീതിയിൽ? അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറെ ചില കാര്യങ്ങളിലൂടെ പറയാനുണ്ട്. ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പിന്നെ ഇന്ത്യ ഒരു രാഷ്ട്രമായി, വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കി ഒക്കെ ചെയ്തു അല്ലേ? ഈ UN ഇതിലെങ്ങനെയാണ് ഇടപെട്ട്? അതിനുശേഷം ഈ പറഞ്ഞതുപോലെ 65-ലും 71-ലും യുദ്ധമുണ്ടായി. നമ്മൾ താല്പര്യപ്പെട്ടിട്ടുണ്ടായ യുദ്ധമാണോ? നമ്മളെ വലിച്ചഴച്ചതാണ് അല്ലേ? അതെ, ചൈന ആക്രമിച്ചു ഇന്ത്യയെ. UN എന്ത് ചെയ്തു? ഇനി അല്ല, ശൈശവദശ എങ്കിൽ സമീപത്തെ ഒരു കാര്യം പറയാം. 2008-ലെ 26/11 UN എന്ത് ചെയ്തു? പഹൽഗാം UN എന്ത് ചെയ്തു? പ്രസ്താവന ഇറക്കാൻ ഏത് കഴുതയ്ക്കും പറ്റും. പക്ഷേ ഇന്ത്യ ഇരയാക്കപ്പെടുമ്പോൾ, ഭീകരതയ്ക്ക് ഇന്ത്യ ഇരയാകുമ്പോൾ അതിശക്തമായ നടപടിയുമായിട്ട് ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ഈ UN എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇസ്രായേൽ ലെബനനെ ഇപ്പൊ ആക്രമിച്ചു, എന്ത് ചെയ്തു ഇവര്? അമേരിക്ക ഇറാൻ, അത് ഞാൻ വരുന്നു അതിലേക്ക്. അമേരിക്ക ഇറാനിൽ ബോംബിട്ട് തകർത്തു. പക്ഷെ ആയിക്കോട്ടെ, ഇറാൻ ഒരു കർക്കശ ഭാവമുള്ള രാഷ്ട്രമാണ്, മുസ്ലിം രാഷ്ട്രമാണ്, ചില പരമാധികാരങ്ങൾക്ക് ശ്രമിച്ചു. പക്ഷേ ഈ മരണം ചെയ്യാൻ പറ്റുള്ള അത് മാത്രമല്ലെന്നേ, കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ അല്ലേ? അത് മാത്രമല്ല രാജേഷ് ജി, ഇപ്പോൾ പാലസ്തീൻ ഈ ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി 1500-ഓളം പേരെ കൊല ചെയ്തു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, വംശഹത്യ. അവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ ലക്ഷ്യം വംശഹത്യ തന്നെയാണ്. അവിടെ ഈ UN എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ സമാധാന ശ്രമങ്ങൾ എന്തെങ്കിലും ഇടപെട്ടോ? അല്ല, UN ഇടപെട്ടാൽ തന്നെ അവിടെ ഇസ്രയേലിനെ തടഞ്ഞു നിർത്താൻ ഇവർക്ക് പറ്റിയോ? ഹമാസിനെ, ഭീകര സംഘടനയുടെ ഈ ആക്രമണത്തെ പിന്നെ വെറുതെ അപലപിക്കാനല്ലാതെ ക്രിയാത്മകമായൊരു നടപടി എടുക്കാൻ UN പറ്റിയോ? ഇനി മറ്റൊന്ന്, തിരിച്ച് ഗാസയിൽ അടിച്ചു ഇസ്രയേൽ, ഇത്ര പേര് അവിടെ മരിച്ചു, സാധാരണ ജനങ്ങളും ഒക്കെ മരിച്ചു. ഈ ഹമാസ് കാരണമാണ് ഈ മരണം ഉണ്ടായത്. എന്താ UN അവിടെ ചെയ്ത? UN എന്ത് ചെയ്യാൻ സാധിച്ചു? ഡൊണാൾഡ് ട്രംപ് ചവിട്ടി പുറത്താക്കി യുഎന്നിന്റെ എയ്ഡുകൾ കട്ട് ചെയ്തു. UN 5 പൈസ കൊടുക്കില്ല. ഈ ഭീകര സംഘടനകൾക്ക് പണം പോകുന്നത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ എയ്ഡുകൾ റദ്ദാക്കി. എന്ത് ചെയ്തു? ഈ UN ആണ്, ഈ കടലാസ് പുലിയാണ് ഇന്ത്യയെയും ഇന്ത്യയിലെ സർക്കാരിനെയും വരട്ടാൻ വന്നിരിക്കുന്നത്. അതും SIR ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടരെ മിസൈൽ അയച്ചു ഇറാൻ. UN എന്ത് ചെയ്തു? ഒരു ചുക്കും ചെയ്തില്ല. അമേരിക്കയിൽ വിസ കാലാവധി കഴിഞ്ഞ് എന്താ ചെയ്യുക? ഡിപ്പോർട്ട് എങ്ങനെ ചെയ്യും? കയ്യിലും കാലിലും ഒക്കെ ചങ്ങലയിട്ട് മറ്റേ വലിയ വിമാനത്തെ കയറ്റി ചാള എടുക്കുന്നത് പോലെ അടുക്കി ഇരുത്തി കൊണ്ടുവന്ന് തള്ളിയിട്ട് അല്ലേ? എന്നിട്ട് അതിന്റെ ഈ വിമാനം വന്നതിന്റെയും പട്ടാളക്കാരുടെ തീറ്റയുടെയും കുടിയുടെയും ചെലവും മൊത്തം അടക്കം ഒരു ബില്ല് എഴുതി കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോകും. ആ ഫ്ലൈറ്റ് തിരിച്ചു പോകും. അത് ഈ അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, കാശ്മീരി പണ്ഡിറ്റുകൾ 89 തൊട്ട് പലായനം ചെയ്യുകയാണ്, ഇവിടെ വന്ന് കിടക്കുകയാണ് ഡൽഹിയിൽ. ഈ കഴിഞ്ഞ 30-40 വർഷം
ഈ UN 35 വർഷത്തിലധികമായി, 36 വർഷം, 36-37 വർഷം. അല്ലെ, അത് തിരിച്ചുപോയത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബലത്തിലും ഇന്ത്യൻ പട്ടാളത്തിന്റെ ബലത്തിലും. ഈ UN എന്താ ഇതിൽ ചെയ്തത്? അന്നും ചെയ്തില്ല, ഇന്ന് സ്വാഗതവും ചെയ്തില്ല അല്ലെ. അവര് ജമ്മുവിലേക്ക് UN സ്വാഗതവും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഈ കാശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ട മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് UN ഒന്നും പറയാനില്ലേ? ഇവിടെ SIR-ൽ കുറേ ആൾക്കാർക്ക് ഇത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വരുമ്പോൾ UN നേരത്തെ കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ, 26/11 കാര്യത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ, ഈ പറയുന്നത് പോലെയുള്ള എല്ലാ കാര്യത്തിലും UN സമാനമായ നിലപാടാണ് നടത്തിയിരുന്നെങ്കിൽ നമുക്കതിനെ സ്വാഗതം ചെയ്യാമായിരുന്നു. ഇത് ഇന്ത്യ ഗവൺമെൻറ്, നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇവരെല്ലാവരും ചേർന്ന് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടേക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ അമേരിക്കയ്ക്ക് നുഴഞ്ഞു കയറ്റം തടയാം, അവിടേക്കുള്ള നുഴഞ്ഞു കയറ്റം തടയാം. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയാൽ അത് തടയാം, അതിനൊന്നും UN വിഷയമല്ല. ബംഗ്ലാദേശികൾ ഇങ്ങനെ ഒഴുകി വരികയാണ് ഇന്ത്യയിലേക്ക്. ഇത് തടയാൻ ഇന്ത്യ ഗവൺമെന്റിന് നടപടി സ്വീകരിച്ചു. യൂറോപ്പിലെ കാര്യം പറഞ്ഞാൽ, യൂറോപ്പിന് തൊട്ടടുത്തുള്ള, ഇപ്പം യൂറോപ്പിൽ നിന്ന് വിട്ടുമാറിയ UK, ബ്രിട്ടന്റെ കാര്യം നോക്കും. ബ്രിട്ടനില് ഫ്രാൻസിൽ നിന്നും അവിടെ ചാനൽ കടന്നു വരും, ഫ്രഞ്ച് ചാനൽ കടന്ന് എന്തുമാത്രം, ഫ്രാൻസിൽ നിന്ന് മാത്രമല്ല ഫ്രഞ്ച് ചാനൽ കടന്ന് എന്തുമാത്രം അഭയാർത്ഥികളാണ് ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്, എന്തുമാത്രം അഭയാർത്ഥികളാണ്. ഇവരെല്ലാം ഈ എണ്ണം കുറയ്ക്കുന്ന ബ്രിട്ടീഷ് സർക്കാർ ഇടയ്ക്ക് പറഞ്ഞത്. പക്ഷേ ഇവരെല്ലാം എന്താ ചെയ്യുന്നത്? അസൈലത്തിൽ താമസിപ്പിക്കുകയാണ്, അവിടെ സ്ഥലമെടുത്ത് ഇവര് താമസിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ പാലസ്തീനിൽ നിന്ന് ഈ യുദ്ധം ഉണ്ടാവുമ്പോൾ ആൾക്കാർ പലായനം ചെയ്യുന്നു. തൊട്ടടുത്ത രാജ്യമാണല്ലോ ഈജിപ്തും ജോർദാനും ഒക്കെ, അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണല്ലോ. എന്തേ അവിടേക്ക് പ്രവേശനം കൊടുക്കുന്നില്ലല്ലോ? വലിയ കൂറ്റൻ മതിലാണ് കെട്ടിപ്പൊക്കി തടയുന്നത്. എന്നിട്ട് UN ആ കാര്യത്തിൽ എന്തേ ഈജിപ്തിനോട് ഒരു നിർദ്ദേശം വയ്ക്കാത്ത? നിങ്ങൾ അവരെ കുറച്ച് നാളെങ്കിലും ഒന്ന് പാർപ്പിക്കുക, നിങ്ങളുടെ അതിർത്തിയിൽ പാർപ്പിച്ചാൽ മതി. ജോർദാനോട്, തുർക്കിയോട് ഒക്കെ പറയാമല്ലോ, ഇവരെ ഒന്ന് കുറച്ച് നാളത്തേക്കെങ്കിലും ഇവരെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ. ഹമാസ് തിരിച്ചു ഇസ്രായേലി വനിതകളെ ഹമാസ് ഈ കാര്യത്തിൽ UN ഈജിപ്തിനോടോ ജോർദാനോടോ ഒന്നും വാതുറക്കുന്നില്ലല്ലോ. ആ UN ആണ് ഇപ്പോൾ SIR-ന്റെ കാര്യവും പറഞ്ഞ് ഇന്ത്യക്കെതിരെ. നമ്മൾ കണ്ടാണ് ഹമാസ് അവസാനം മാസങ്ങളോളം തടങ്കിൽ പറപ്പിച്ച വനിതകളെ വിട്ടുകൊടുത്തു. ക്രൂരമായ പീഡനങ്ങളുടെ കഥയാണ് അവർ പറഞ്ഞത്. ഈ ശരി, ഇസ്രായേലി യുവതികളാണ്, അവിടുത്തെ സ്ത്രീകളാണ് തട്ടിക്കൊണ്ടുപോയത്. അതൊക്കെ ഇവരെന്ത് ഇടപെട്ടോ? അല്ല, അവരുടെ മോചനം പോലും വർഷം കഴിഞ്ഞിട്ടല്ലേ നടന്നത്. ഒരു വർഷത്തിൽ കൂടുതൽ അവരെ പീഡിപ്പിക്കുകയല്ലായിരുന്നോ, ബന്ദിയാക്കി. ഇത് പിന്നെ 2 SIR എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാരുടെ കാര്യമാണ്. അതിനകത്ത് ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖുണ്ട്, പാഴ്സിയുണ്ട്, ജൈനനുണ്ട്, ബൗദ്ധനുണ്ട്, മതമില്ലാത്തവനുണ്ട്, അല്ലേ? അതിനെ ഒരു മതപരമായ വംശീയ പ്രശ്നമാക്കുന്നത് എന്തിനാണ് UN? SIR ഇന്ത്യയിൽ നിന്നും പുറത്തു പോകാനല്ലല്ലോ ആവശ്യപ്പെടുന്നത്. അതെ, SIR നമ്മുടെ രേഖകൾ കാണിച്ച് ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനല്ല, വോട്ടവകാശം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനാണ്. ഇവിടെ ആരെ ഇതിന്റെ പേരിൽ പുറത്താക്കിയിട്ടില്ല. ഇപ്പം നമുക്ക് CAA കൊണ്ടുവന്നു, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. ഇവിടെ എല്ലാം പ്രചരിപ്പിച്ചെന്താണ്? ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവനും ഇപ്പോൾ പുറത്താക്കും, 2ാം തരം പൗരന്മാരാക്കും. ഇനി അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ പുറത്താക്കും, അല്ലേ? ഈ ആരെങ്കിലും ഇതുവരെ പുറത്താക്കിയോ? നിയമം വന്നിട്ട് 5-6 വർഷമായല്ലോ. ആരെങ്കിലും പുറത്താക്കിയോ? ഈ നിയമം വാസ്തവത്തിൽ പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കള്, ബൗദ്ധര്, ജൈനര്, സിഖുകാര്, ക്രിസ്ത്യാനികൾ, അവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ മതപീഡനം സഹിക്കാൻ പറ്റാതെ ഓടി വന്നാൽ, അവരെ അഭയാർത്ഥികളായിട്ട് വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, അവരെ ഉൾക്കൊള്ളാനും അവർക്ക് പിന്നെ ഇന്ത്യൻ പൗരത്വം കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് CAA. അതിലടക്കം ഈ UN സ്വീകരിച്ച നിലപാടെന്താ? ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ UN വന്ന് പറയുകയാണ് SIR പിന്നെ വിശദീകരണം കൊടുക്കണം. ഇന്ത്യ വിശദീകരണം കൊടുക്കണം. റോഹിംഗ്യൻസ് എന്ന് പറഞ്ഞൊരു കൂട്ടം അഭയാർത്ഥികൾ, 10,000-കണക്കിന് പേര്, അതിനപ്പുറം പേർ അവർ പല രാജ്യങ്ങളിലായിട്ട് അഭയം പ്രാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം അവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാം തൊട്ടടുത്ത ബർമ, പിന്നെ ഭൂട്ടാൻ, എല്ലാ രാജ്യങ്ങളും ഇവർ വന്നുകൊണ്ടിരുന്നത് പശ്ചിമ ബംഗാൾ വഴി. മമതാ ബാനർജി വാതിൽ മലക്ക തുറന്നു കൊടുത്തു. അവർ ബംഗ്ലാദേശ് വഴിയൊക്കെ അവർ ഇന്ത്യയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം
ഇവർ തിരിച്ചു പോയാൽ അത് മറ്റൊരു പ്രശ്നമാകും. അപ്പം മറ്റു രാജ്യങ്ങൾക്ക് ഇവരെ വേണ്ട. അപ്പോൾ ഇന്ത്യ ഒരു ഡബിങ് പ്ലേസ്, ഇതിന് ഇവരെല്ലാം കൊണ്ട് ഡംപ് ചെയ്യാവുന്ന നോക്കൂ എത്രത്തോളം അപകടകരമാണ് ഇവർ. എന്തുമാത്രം സംഭവങ്ങൾ ഈ ബംഗ്ലാദേശികളെക്കാൾ അപകടകാരികളാണ് റോഹിംഗ്യകൾ. അതെ, റോഹിംഗ്യകൾ. അല്ല, ഈ റോഹിംഗ്യകളെ ബംഗ്ലാദേശികൾ പോലും ഉൾക്കൊള്ളുന്നില്ല. അതെ, അവരെക്കാൾ ഭൂട്ടാൻ ഉൾക്കൊള്ളുന്നില്ല, ചൈന ഉൾക്കൊള്ളുന്നില്ല. കാരണം ഇവര് ഫിൽട്ടർ ചെയ്ത് വിടുന്നു. ഭൂട്ടാനിലേക്ക് വരുന്നു, തള്ളി ഇന്ത്യ അതിർത്തിയിലേക്ക് വിടുന്നു, ബംഗ്ലാദേശിലേക്ക് ഇപ്പൊ വേലി കെട്ടിയും അതില് കെട്ടി, പിന്നെ നേപ്പാൾ വഴി ബംഗ്ലാദേശിലേക്ക് ഇവർ വരുന്നത് കടൽ മാർഗമാണ് കേട്ടോ. കടൽ മാർഗം വരുമ്പോ ബംഗ്ലാദേശിന്റെ സമുദ്രാതിർത്തി കടന്നാൽ ഉടനെ ബംഗ്ലാദേശ് ആക്ട് ചെയ്യാണ്. അവിടുന്ന് തള്ളി വിടുകയാണ്, അവിടുന്ന് പിടിക്കും, പിടിച്ചവരെ നേരെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് അവരെ തട്ടി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള കരുത്ത്, ശക്തി ഒന്നും UN-നില്ല. ഇപ്പൊ SIR ഇന്ത്യ നിർത്തിവെക്കണം. SIR-ൽ ഇന്ത്യ വിശദീകരണം കൊടുക്കണം. 60 ദിവസത്തെ സമയമൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ അതാണ് ചോദ്യം. ഇല്ലെങ്കിൽ നിങ്ങൾ മൂക്കി കയറ്റിക്കളയും. നരേന്ദ്രമോദിയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രി ജയശങ്കർ ഒന്നും ഇതിനെ ഇപ്പൊ പുല്ലുപോലെയാണ് കളഞ്ഞത്. ഇപ്പൊ UN സെക്യൂരിറ്റി കൗൺസിൽ വീണ്ടും ഇത് വരികയാണ്. ഇന്ത്യ ചിലപ്പം സ്ഥിരാംഗത്വത്തിന് ഇന്ത്യക്ക് വോട്ടവകാശം, വീട്ടോ പവറുള്ള ഒരു ഇതിലേക്ക് ഇന്ത്യ ചിലപ്പോൾ ഇക്കുറി. ഒരു കാര്യം മനസ്സിലാക്കണം, 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, ആ രാഷ്ട്രത്തെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് UN. അമേരിക്കയുടെ എയ്ഡ് പോലും കിട്ടാതെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന UN പലപ്പോഴും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നത് കൊണ്ടാണ് UN നിലനിൽക്കുന്നത് തന്നെ. അതെല്ലാം മറന്നുകൊണ്ട് ആരോ പറയുന്ന ചില ഇത് കേട്ടുകൊണ്ട്, പൊട്ടത്തരങ്ങൾ കേട്ടുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോട് വിശദീകരണം ചോദിക്കാൻ വന്നിരിക്കുകയാണ് UN. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. ഈ ലോകത്ത് ഇതുപോലെ ഈ UN-നെ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ നമ്മൾ UN-ൽ പരാതിയുമായിട്ട് പോയി. എന്തുണ്ടായി? എന്ത് നടപടി സ്വീകരിച്ചു UN? പിന്നെയും അതിനേക്കാളും നടപടി അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട്. ഈ തഹാവൂർ റാണയെ നമുക്കിപ്പോൾ വിട്ടുതരികയെങ്കിലും ചെയ്തു. അന്ന് അതിൻ്റെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് അന്ന് കാരാഗൃഹത്തിൽ അടയ്ക്കാൻ അമേരിക്ക കാണിച്ച ആ ധൈര്യവും തൻ്റെ ഇടവും മനസ്സും ഒക്കെ നമ്മൾ അംഗീകരിക്കണം, അല്ലേ? കാരണം ഇത് അവർക്കും ഭീഷണിയാണ്. പക്ഷെ അവർക്ക് വേണമെങ്കിൽ ഈ ഹെഡ്ലിയെ അമേരിക്കയിൽ നിന്ന് തുറന്നു വിട്ട് അവർക്ക് കൈ കഴുകാം. പക്ഷെ അതവർ ചെയ്തില്ല. ഇതൊന്നും UN-ൻ്റെ ബലത്തിൽ നടന്നതല്ല. UN അല്ല തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ കാരണം. ഈ UN ഇന്ത്യക്ക് എന്ത് സഹായം ചെയ്യുന്നു, ഇന്ത്യക്ക് അനുകൂലമായ എന്ത് നിലപാട് അതിനെ കൊള്ളാവൂ. അതിനപ്പുറത്തേക്ക് പൈതൃക പട്ടികയിൽ ഇതൊക്കെ ഇങ്ങനെ എന്നിട്ട് ഇതിനെല്ലാം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിൻ്റെ എല്ലാം ഫീസ് പിരിച്ച് ഇങ്ങനെ പുട്ടടിച്ച് നടക്കാം. അതിനപ്പുറത്തോട്ട് SIR-ൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വന്നാൽ അതിന് ചുട്ട മറുപടി കിട്ടും. അതിൽ ഒരു സംശയവും വേണ്ട. ഇപ്പം മോഡിയും ജയശങ്കറും ഒക്കെ മിണ്ടാതിരിക്കുന്നത് മാന്യത കൊണ്ടാണ്. അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അത് UN-ന് തന്നെയാണ് നാണക്കേടുണ്ടാക്കുക. അതുകൊണ്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇന്ത്യ തീരുമാനിച്ചോളാം. അതിനകത്ത് നിങ്ങളാരും കോലിട്ടളക്കാൻ വരണ്ട. അതിന് നിങ്ങളെ അനുവദിക്കുകയുമില്ല.